സൂപ്പർ നൈറ്റിന്റെ ഈ വേദിയിലേക്ക് നിറഞ്ഞ കയ്യടികളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരാജേട്ടൻ. ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖാണോ? ഇത് എവിടെ നിന്ന് വന്നിരിക്കുന്ന കുട്ടികളാണെന്ന് അറിയാമോ? എന്തായാലും എന്റെ കുട്ടികളല്ല, ഇത്രയും കുട്ടികളൊന്നും എനിക്കില്ല. ഇത്രയും കുട്ടികൾ, ഇത്ര സുന്ദരന്മാരും സുന്ദരിമാരും എത്തിയിരിക്കുന്ന നമ്മുടെ SNDP ഹൈസ്കൂൾ മൂവാറ്റുപുഴയിൽ നിന്നാണ്. മൂവാറ്റുപുഴ SNDP ഹയർ സെക്കൻഡറി സ്കൂൾ അല്ലേ? ഹൈസ്കൂൾ. അപ്പൊ ഇത് SNDP എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരാളെ ഓർമ്മ വരും. ആരാണ്? അതാ എല്ലാവരും പറഞ്ഞു. അതെ, ശബ്ദം കേൾക്കണോ? യെസ്, വേണം. ഓക്കെ. ഈ ശ്രീധർമ്മ ചേട്ടാ, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഒന്നും മനസ്സിലായില്ല. അതെ, ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല. പറയുന്ന എനിക്ക് മനസ്സിലായില്ല, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത് അത് ചേട്ടൻ SNDP ആണല്ലേ? അതെന്താ അങ്ങനെ ചോദിക്കാൻ? മഞ്ഞ ഷർട്ടൊക്കെ ഇട്ട് നിൽക്കുന്നു. എന്റെ ദൈവം, മഞ്ഞ ഇട്ട എല്ലാവരും SNDP ആണെങ്കിൽ നിങ്ങളെല്ലാം കൊണ്ടല്ലോ മഞ്ഞ. ഓ, എന്റെ ചെരുപ്പ് വരെ മഞ്ഞ അല്ലേ? അല്ലെ, നമ്മളൊന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ വന്നു ഇന്ന്. അല്ലേ? നമ്മുടെ മനസ്സിന്റെ ഐക്യം ഓരോ എപ്പിസോഡ് കഴിയുന്നതോറും നമ്മുടെ മനസ്സിന്റെ ഐക്യം ഇങ്ങനെ കൂടി കൂടി വരുവാണ്. എത്തുമെന്ന് എന്റെ പേടി. തീർച്ചയായിട്ടും ഇത് കോമഡി സൂപ്പർ നൈറ്റിന്റെ ഒരു എന്താ ഐശ്വര്യമാണ്. നമ്മള് മനസ്സിൽ വിചാരിക്കുന്നതെല്ലാം സംഭവിക്കുന്നു. അടുക്കട്ടെ. അതെ അതെ, അങ്ങനെയുള്ള പ്രതീക്ഷ പലർക്കും ഉണ്ട്, പക്ഷെ എന്താവും എന്നറിയില്ല. ആയിക്കോട്ടെ, ഇന്നത്തെ ഗസ്റ്റ് ആരാണ് ചേട്ടാ? ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകമെമ്പാടുമുള്ള സംഗീത പ്രേമികൾക്ക് പ്രിയങ്കരനായ ഒരു താരമാണ് ഇന്നത്തെ അതിഥി. മറ്റാരുമല്ല, പ്രശസ്ത മ്യൂസിക് ഡയറക്ടറും ഗായകനും കൂടിയായ അൽഫോൺസ് ജോസഫ്. തന്താന തന്ദിന താനോ താനന്ദിന താനോ, തന്താന തന്ദിന താനോ താനന്ദിന താനോ. കേരനിരകളാടുന്നൊരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമേലൻ കാറ്റിൻ ഇളഞ്ഞാറിൻ നിലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നരിയ നേരിനാൽ പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീളം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. കണ്ണോടു തരിയുഴും മണ്ണുതിരും മണമോ, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ, ഞാറ്റോല പച്ചവള പൊന്നിൻ ചെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയാ, ഒറ്റികൾ പകൽ നീളേക്കിന കാണും, മുട്ടിടുമനുരാഗ കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാ കുട്ടനാടിൻ നീളം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം. ആ നമസ്കാരം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള പാട്ടാണ് ഇപ്പം. ആ പാട്ടിലാണ് സാർ എൻട്രി ചെയ്തത്. ശരിക്കും ലോകത്ത് എവിടെ ഞങ്ങളൊക്കെ പ്രോഗ്രാമിന് പോയാലും ഏത് ആഘോഷം ഉണ്ടെങ്കിലും അവിടെ മലയാളികളുണ്ടെങ്കിൽ അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാവും. ആ അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവിടെ ഈ പാട്ടുണ്ടാവും, കേരനിരകളാടും. ജലോത്സവം എന്ന് പറഞ്ഞ ചിത്രത്തിലായിരുന്നു. പടത്തിന്റെ ടൈറ്റിൽ സോങ് ആണ്. സരസ്വതി എന്ന് പറഞ്ഞ രാഗം. ആ രാഗം സാധാരണ ഈ വലിയ
എന്താ പറയുക ഭക്തി നിർഭരമായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഹയർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ രാഗം ഉപയോഗിക്കുന്നത്. ആ രാഗത്തിൽ ഒരു ഫോക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിലൊരു അങ്ങനെ വെച്ച് പിടിച്ചു. അങ്ങനെ വെച്ച് പിടിച്ചിട്ടാണ് അതിൻ്റെ പല്ലവി ആദ്യം വരുന്നത്. അപ്പം ശരിക്കും രോമം എല്ലാം അങ്ങോട്ട് എണീറ്റ് ഇപ്പൊ ഒന്നുമില്ല. ഈ ജലോത്സവത്തില് വേറൊരു പാട്ടുണ്ടല്ലോ, വഞ്ചിപ്പാട്ട്. അത് പാടിയത് താങ്കളാണോ? അത് MG ശ്രീകുമാരേട്ടനാണ് പാടിയിരിക്കണേ. പക്ഷെ അതിന്റെ തുടക്കത്തിലൊരു ഭാഗമുണ്ട്, അതൊന്ന് പാടാവോ? അത് ഇച്ചിരി ഹൈ പിച്ചിലുള്ള സംഭവം. അതുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണ് ഇഷ്ടം. അപ്പൊ ഈ സംഭവം പാട്ടിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തപ്പോഴേയും ഭയങ്കര ഒരു എനർജി. പാട്ട് പാടിയപ്പോ എനിക്ക് ശ്രദ്ധിച്ചത് ഈ ശരീരത്തിൽ നിന്നാണോ ഇതിന് മാത്രം എനർജി അല്ലെ? ഒരു പവർ പാക്ഡ് പെർഫോമർ ആണ് ശരിക്കും പറഞ്ഞ. ഇത്രയും ഞങ്ങൾ സംസാരമൊക്കെ സംസാരിക്കുമ്പോ ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര അതല്ലേ പറഞ്ഞ ഹൈപ്പച്ചടക്കം സംഗതി എല്ലാം ബാക്കിലുണ്ട് തെളിയിച്ചു. ഞെട്ടിച്ചു കളഞ്ഞു. ആദ്യത്തെ സിനിമ വെള്ളിത്തിരയായിരുന്നു. ഗംഭീര പാട്ടുകളായിരുന്നു അതിനകത്തെല്ലാം. അതിനകത്ത് ഒരു കിടിലം പാട്ടുണ്ട്, പച്ചമാങ്ങ പച്ചമാങ്ങ. ശരിക്കും ഈ പച്ചമാങ്ങയ്ക്ക് പകരം വേറെ ഏതെങ്കിലും ഫ്രൂട്ട് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു പക്ഷേ അതിൽ നവ്യ നായരായിരുന്നു, ഇതിൽ സുബിയാണ് ഒരു പക്ഷേ നായികയെങ്കിൽ നിങ്ങൾ ഏത് ഫ്രൂട്ട് ആയിരിക്കും അതിലെടുത്ത് വയ്ക്കുന്നത്? ഉദാഹരണം പറഞ്ഞ ഉണക്കമുന്തിരി ഉണക്കമുന്തിരി ഏതായിരിക്കും? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശരിക്കും പച്ചമാങ്ങ ആയിരുന്നില്ല നമ്മൾ കമ്പോസ് ചെയ്ത സമയത്ത്. ബാക്കി ഇതെല്ലാം ട്യൂണായിട്ടാണ് ചെയ്ത്. ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ ഉപ്പുമാങ്ങ ഉപ്പുമാങ്ങ തിന്നാതെ നീ കൊണ്ടുവാട അങ്ങനെ ഒരു ഡമ്മി വരി ഇട്ടിട്ടാണ് ഞങ്ങൾ പാടിയത്. വേറൊരു പടത്തിന് വേണ്ടി ഞങ്ങൾ ഇതുപോലൊരു വേറെ സംഭവം ഉപയോഗിച്ചിട്ടുണ്ട്, മുരിങ്ങാക്കോൽ എന്ന് പറഞ്ഞൊരു സംഭവം. നമ്മുടെ സിനിമ കമ്പനി അത് കമ്പോസ് ചെയ്യുക മാത്രമല്ല അതിനകത്ത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് കൂടി പറയണം. അതിൽ ആ പാട്ട് ഒന്ന് പാടാവോ? സിനിമ കമ്പനിയിലെ റെഡി സുരേഷേട്ടാ. ഓ, കാര്യങ്ങൾ ഇത്രത്തോളം ആയപ്പോഴേ സംഭവം അടിപൊളിയാണ്. ഓക്കെ, ഡാൻസേഴ്സും കൂടി ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ? പിന്നെന്താ, ഡാൻസേഴ്സ് റെഡിയാണ്. ഓക്കെ, പാടിക്കുള്ളൂ. പൂശല്ലേ? പൂശികമോനെ. ഓക്കെ. കൊന്നു കൂകണ കെട്ടിലെ കൊട്ടും കുരവയും മാർപ്പു വിളികളും ചെങ്ങിലതാളോ. കണ്ടില്ലേ നേരം പുലരണ കോഴിക്കൊക്കൊന്നു കൂകണ കെട്ടിലെ കൊട്ടും കുരവയും മാർപ്പു വിളികളും ചെങ്ങിലതാളോ. വരണന്റെ കാടും മേടും കലം അത്തിക്കുറുക്കിയ ചേകോമാരാന്നേ. വരണന്റെ കാടും മേടും കലം അത്തിക്കുറുക്കിയ ചേകോമാരാന്നേ. സിനിമ പടം പിടിക്കുന്ന കുട്ടിക്കുറുമ്പന്മാരാന്നേ. തെയ്യകം 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 താരോ തിന്തകം 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 താരോ. തെയ്യകം 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 താരോ തിന്തകം 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 താരോ. Come on everybody, all you people get fluid with the sounds of tickle rap. You on the right, you on the left, you in the center. Are you ready to groove? Let's go! Come on! അക്കുത്തിക്കു താനവരമ്പ് കയ്യെ കുത്ത് കരുകുത്ത് ചീപ്പ് വെള്ളം താറാമള്ളം താറാമൊക്കട കയ്യിലൊരു ബാങ്ക്. പരിപ്പ് വെള്ളം ചാച്ചോറാക്കി ഞാനുമുണ്ട് സീതയുമുണ്ട്. സീതടപ്പന്റെ പേരെന്ത്? മുരിങ്ങാക്കോല. ആ ഒരു വഴിക്ക് പോവല്ലേ? ഓണമൊക്കെ അല്ലേ?
മുല്ലക്കോലെ മുരിങ്ങക്കോലെ മുന്നായി വെള്ളം തുടച്ചവളെ താറുതാറ് താറക്ക റെഡി 1 2 3 അക്കുത്തിക്കുൽ ദാനവരമ്പേ കയ്യെ കുത്ത് കരിങ്കുത്ത് അക്കുത്തിക്കു Yo, അയ്യോ yo, അക്കുത്തിക്കു yo. Everybody's trying to get some satisfaction. Looking left or right and stop the complication. Gonna take on the world, every nation. All the concentration is about the admiration. Gotta do it anyway, yeah, yeah. Gotta give it any day, yeah, yeah. Gotta shake it when you can, yeah, yeah. Right, check it out now, shake it out now. Make another big move, get a move on. What you gonna do, what you gonna say, what you gonna do, man. Check it out, check it out. തെയ്യകന്താരോ തിന്തകന്താരോ തെയ്യകന്താരോ തിന്തകന്താരോ തെയ്യകന്താരോ തിന്തകന്താരോ തെയ്യകന്താരോ അടിപൊളി. താങ്ക് യു ഡാൻസേഴ്സ്. അടിപൊളിയായിരുന്നു. അൽഫോൻസേട്ടാ ഇത് ഒന്നും പറയാനില്ല. കിട്ടിക്ക്. പക്ഷേ അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. താങ്ക് യു. ലാസ്റ്റ് വന്നപ്പോ അടിപൊളിയായിരുന്നു. ഇതുവരെ ശ്വാസം പോലും വരുന്നില്ല അവള്. ഓക്കെ, താങ്ക് യു. ഇതുപോലെ പിന്നെ വേറെ ഏതെങ്കിലും കോമഡി പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടോ? കോമഡി പാട്ടെന്ന് വെച്ചാല് പണ്ട് രാഗ ക്ലാസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമൊക്കെ നടത്തിയിരുന്നു, അഡ്വർടൈസ്മെന്റ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഞങ്ങള് ചുമ്മാ തമാശക്ക് ഞങ്ങളിങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ ചെയ്യും. ഒരു വെള്ളപ്പം പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞങ്ങൾ വർക്കൗട്ട് ചെയ്തത്. ഇത് കോമഡി ഒരു വെള്ളപ്പം പാട്ട്. ഓക്കെ. അപ്പോൾ അതിന്റെ പ്രത്യേകത നമ്മളെല്ലാവരും വേണ്ടി വരും അതിനകത്ത്. തുടക്കത്തില് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് വെള്ളം അപ്പം വെള്ളപ്പം വെള്ളം അപ്പം വെള്ളപ്പം. അപ്പൊ ആ സമയത്ത് കൂടെ വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളം അപ്പം വെള്ളപ്പം വെള്ളം അപ്പം വെള്ളപ്പം വെള്ളപ്പം അപ്പം വെള്ളപ്പം വെള്ളപ്പം അപ്പം വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളം വെള്ളം വെള്ളപ്പം വേണോ വെള്ളപ്പം വേണോ വെള്ളപ്പം വേണോ വെള്ളപ്പം വേണോ വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളം അപ്പം വെള്ളപ്പം വെള്ളം വെള്ളം വെള്ളപ്പം വേണോ വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളം വെള്ളം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളം വെള്ളം വെള്ളപ്പം വെള്ളം വെള്ളപ്പം വേണോ അപ്പം വെള്ളം 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 വെള്ളപ്പം വേണോ വെള്ളപ്പം വേണോ വെള്ളം അപ്പം വെള്ളം അപ്പം വെള്ളപ്പം 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 വേണോ വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം വെള്ളം അപ്പം വെള്ളപ്പം വെള്ളപ്പം വേണോ വെള്ളപ്പം. അങ്ങനെ ഒരു വലിയ മ്യൂസിക് ഡയറക്ഷൻ നമുക്ക് എല്ലാവർക്കും ലൈവായിട്ട് കാണാൻ ഒരു ഇട വന്നു. അത് മാത്രമല്ല എന്നെ പറ്റിച്ചൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സും നടന്മാരും നടിമാരെയും കൊണ്ട് പാട്ട് പഠിക്കുന്നുണ്ട്. നമുക്കും ഒരു അവസരം കിട്ടി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. പ്രണയപ്പാട്ടുകളും അടിപൊളിയായിട്ട്
ഗൗതം മേനോന്റെ വിനയ് താണ്ടി വരുവായ അങ്ങനെയല്ലേ, വിനയ് താണ്ടി വരുവായ എന്ന ചിത്രത്തിലെ ആ പ്രണയ ഗാനം നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. ആരോമലെ ആ ഗാനം പാടിയത് നമ്മുടെ പ്രിയങ്കരനായ മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ് സാറാണ്. അതിന് പ്രത്യേക ഒരു അഭിനന്ദനമാണ്. കാരണം ഒരു മലയാളി എന്ന നിലയ്ക്ക് അല്ലേ, തമിഴിലും ഏറെ ഹിറ്റായ പാട്ടാണ്. നമുക്കതൊന്ന് രണ്ടുപേരും. ആക്ച്വലി ഈ പാട്ട് ശരിക്കും പടത്തിലുള്ള പാട്ടായിരുന്നില്ല. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതിനകത്ത്, പാട്ടിനകത്ത്. ഞാനൊരു 4 മാസത്തെ ശരിക്കും പറഞ്ഞൊരു ബ്രേക്കിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. എനിക്കിങ്ങനെ ചെന്നൈയിൽ നിന്ന് ഈ ഫോൺ കോൾ വരുന്നത് റഹ്മാൻ സാറിന്റെ ഓഫീസിൽ നിന്ന്. ആരാണ് വിളിക്കുന്നത്? അവിടെ നിന്ന് വിളിച്ചത് ശ്രീനിയേട്ടനായിരുന്നു, പാട്ടുകാരൻ ശ്രീനിവാസനാണ്. അദ്ദേഹം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞെങ്ങനെയാണ്, ഒരു പാട്ട് റഹ്മാൻ സാറിന്റെ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാനായിട്ട് അദ്ദേഹം വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ശരിക്കും ലിറ്ററലി ഞാൻ ചോദിച്ചു, പാടാൻ തന്നെയാണോ എന്ന് ചോദിച്ചു. കാരണം വെച്ചാൽ അതുവരെയും ജീവിതം വഴിമുട്ടി. കാര്യം എന്താ വെച്ചാൽ എൻ്റെ പടത്തിൽ പോലും ഒരു പാട്ട് അന്നേരം വരെ എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല. എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പടത്തിലെ പാട്ടുകൾ ഫുൾ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എ ആർ റഹ്മാൻ സാർ പറയണത് എനിക്കൊരു പാട്ടും കൂടി കമ്പോസ് ചെയ്യണം. അപ്പോൾ ഗൗതം മേനോൻ പറഞ്ഞു, ഇത് സ്ക്രിപ്റ്റ് അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു പാട്ടില്ല, ഓക്കെ സാറിന് അങ്ങനെ ചെയ്യാൻ തോന്നുന്നെങ്കിൽ ചെയ്തോളൂ, നമുക്ക് പ്രൊമോ സോങ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പാട്ടിൻ്റെ റെക്കോർഡിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആണ് ഗൗതം സാർ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പാട്ടിനോട് അഡിക്റ്റഡായി. അങ്ങനെ അദ്ദേഹം പറയുകയാണ് ഇതെനിക്ക് ഷൂട്ട് ചെയ്യണം. അപ്പോൾ പ്രൊഡ്യൂസർ ഒരു നിലയ്ക്ക് സമ്മതിക്കണില്ല. കാര്യം ഓൾമോസ്റ്റ് ലൈക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കഴിഞ്ഞ് പടം റിലീസ് ചെയ്യാനായിട്ട് പോവുക. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ നിർബന്ധിച്ച് ഫൈനലി വന്നൊരു ന്യൂസ് ഇങ്ങനെയാണ്, അതായത് ഡയറക്ടർ ഗൗതം മേനോൻ റീറൈറ്റ്സ് ദ സ്ക്രിപ്റ്റ് ഫോർ എ സോങ്. ഒരു പാട്ടിന് വേണ്ടി തൻ്റെ തിരക്കഥ മാറ്റി എഴുതി ക്ലൈമാക്സിൽ ഈ പാട്ട് പ്ലേ ചെയ്തു. അപ്പോൾ അതൊരു എൻ്റെ ലൈഫിൽ അതൊരു എന്താ പറയുക, റീ എൻട്രി എന്നല്ല, ഒരു ടേണിംഗ് പോയിന്റ്. അത് തമിഴിലും അതിനുശേഷമാണ് ആളുകൾ അറിയാൻ തുടങ്ങിയത്. കന്നഡ ഇതിലും പാടി, പിന്നെ ഇതിൻ്റെ ഹിന്ദി വേർഷൻ പാടി. അതൊരു ഭയങ്കര ഒരു ദൈവാനുഭവം ഈ പാട്ടിലുണ്ട്. മാമലയേറി വരും തെന്നൽ പുതുമണവാളൻ തെന്നൽ പള്ളിമേടയെ തൊട്ടു തലോടി കുരിശിൽ തൊഴുതു വരുമ്പോ വരവേൽപ്പിന് മലയാളക്കര മനസ്സമ്മതം ചൊരിയും. ആരോമലേ 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 ആരോമലേ
സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി ശ്യാമരാത്രി തന്നരമനയിൽ മാറി നിൽക്കയോ താരകമേ പുലരി മഞ്ഞിലെ തളിരൊളിയായി അകലെ നിൽക്കയോ പെൺമനമേ ചാഞ്ഞു നിൽക്കുമാ ചില്ലയിൽ ആരോപണേ മൺചിരാതിലേ ആരോമലേ സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി കടലിന് കരയോടിനിയും പാടാൻ സ്നേഹമുണ്ടോ മെഴുകുതിരികളായുരുകാനിനിയും പ്രണയം മനസ്സിലുണ്ടോ ആരോമലേ 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 സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി ശ്യാമരാത്രി തന്നരമനയിൽ മാറി നിൽക്കയോ താരകമേ പുലരി മഞ്ഞിലെ കതിരൊളിയാൻ അകലെ നിൽക്കയോ പെൺമനമേ ചാഞ്ഞു നിൽക്കുമാ ചില്ലയിൽ ആരോമലേ മൺചിരാതിലേ ആരോമലേ സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി സ്വസ്തി സ്വസ്തി സുമുഹൂർത്തം സുമംഗലീ ഭവ മണവാട്ടി ഈ മാസ്മരിക സംഗീതം കേൾക്കുമ്പോൾ ശരിക്കും ഈ മാന്ത്രികനായ സംഗീത സംവിധായകനെ നമുക്ക് മറക്കാൻ പറ്റില്ല, പറയാതിരിക്കാൻ പറ്റില്ല. AR റഹ്മാൻ. എന്തായാലും ഈ പ്രോഗ്രാം ഞാൻ റെഗുലറായിട്ട് കാണുന്നതാണ് TV-ല്. താങ്ക് യു. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എനിക്കൊന്ന് ലൈവായിട്ടിരുന്നു ഒന്ന് കണ്ടാൽ കൊള്ളാം. ഓക്കെ, ഒരുപാട് കോമഡി താരങ്ങൾ ഇപ്പൊ വന്നു മറയും. ഓക്കെ, താങ്ക് യു സാർ. അവിടെ ഇരിക്കാം. അയ്യോ സുലോചനെ പതുക്കെ എഴുതി. നിന്റെ നെഞ്ചിന് അസുഖമുള്ളതാ. നീ ഇങ്ങനെ കിടന്ന് ഇടിക്കല്ലേ, നിനക്കൊന്ന് അസുഖമുള്ള പൊന്നപ്പി നിന്ന് ഇരുന്ന് വിളിക്കാൻ നോക്കി. എടി അവളടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം, അവൾക്ക് അസുഖമുള്ളതാണ്. എടി അന്നം മരിച്ച് ഞാൻ കരയാൻ നിൽക്കുന്നില്ലേ? എന്റെ അന്നം മരിച്ചിട്ട് ഞാൻ ഇന്നേവരെ കരഞ്ഞിട്ടില്ല. ഞാൻ ഇത്ര സമയം പിടിച്ചു നിൽക്കുന്നില്ലേ? നമ്മൾ എടി സുലോചനെ കരയരുത്. അന്നം മരിച്ചിട്ട് നമ്മൾ കരയേണ്ട വല്ല കാര്യമുണ്ട്? അയ്യോ എന്റെ അണ്ണൻ, അയ്യോ അയ്യോ എന്റെ അണ്ണ എന്നെ വിട്ടിട്ട് പോയി. എനിക്ക് എന്റെ അണ്ണനെ കാണാൻ പറ്റില്ല. അയ്യോ എന്റെ അണ്ണനെ കാണാൻ പറ്റില്ല. സിനിമാറ്റിക് ഡാൻസ് അല്ല നടക്കുന്നത്. എന്റെ അണ്ണൻ മരിച്ചു കിടക്കുന്ന സ്ഥലമുണ്ടോ? ചവിട്ടി കൂട്ടാതെ ആരൊക്കെ എപ്പോഴൊക്കെ വരുന്നത് പറയാൻ പറ്റില്ലോ. മര്യാദക്ക് ശബ്ദം ഉണ്ടാക്കരുത്. പറഞ്ഞോളൂ, ആരൊക്കെ വരുന്നത് പറയാൻ പറ്റില്ല. ഇടയാ ടാർപ്പാളം വലിച്ചു കെട്ടാൻ നോക്കണേ.
ചുമന്ന കസേര കൊണ്ടിട്ടാണെന്ന് സ്റ്റീൽ കസേര കൊണ്ടിട്ടുള്ളൂ ഇവന്മാർക്ക് പറഞ്ഞ മനസ്സിലാവുന്നു. ഹലോ കാറ്ററിംഗ് സർവീസ്. ഓ ഉച്ചയ്ക്ക് കഞ്ഞി മതി, കഞ്ഞി കൊണ്ട് വയ്ക്കാൻ നോക്ക്. ശരി. നീ ഫോണിൽ വിളിച്ച് പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് തന്നെ ചെയ്തുകൂടെ? ഞാൻ എന്റെ വീട്ടിൽ മരണത്തിന് ഞാൻ നോക്കട്ടെ, പിന്നെ നിങ്ങൾ നോക്കൂ. നിങ്ങൾ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? ഇല്ല. സദാശിവൻ ഈ മരണ വീട്ടിലൊക്കെ രാമായണവും ഭാഗവതവും ഒക്കെ വായിക്കാൻ ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. എപ്പോഴായിരുന്നു സംഭവം? ഒരാഴ്ച മുമ്പായിരുന്നു. ഗൾഫിലായിരുന്നു അണ്ണൻ. അവിടെ വെച്ച് മരിച്ച് അറബി പറഞ്ഞ് അവിടെ കവറടക്കിയാന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു കവറിനകത്തേക്ക് ഇങ്ങിതാ, ഞങ്ങൾ ഇവിടെ അടക്കാന്ന് പറഞ്ഞു. അങ്ങനെ കവറിനകത്തേക്ക് ചിതാഭസ്മം ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവരുന്നുണ്ട്. മരിച്ചാക്ക് ബന്ധുക്കളൊന്നും ഇല്ലേ? ഒരുപാട് ബന്ധുക്കളുണ്ട്. 2 അനിയത്തിമാര്, ഇനി ഒരു അനിയത്തിയുണ്ട്. അവള് സീരിയൽ നടിയാണ് മദ്രാസിൽ. ആണോ? അവള് വരൂല. വരത്തില്ലേ? ഒരു സ്വന്തം സഹോദരൻ മരിച്ചിട്ട് വരത്തില്ലെന്നോ? അതെന്നാ? അവക്ക് ഒരു ദിവസത്തെ പേയ്മെന്റ് വേണം. ഇങ്ങോട്ട് വരുള്ളൂ. ആർട്ടിസ്റ്റ് ആണല്ലോ. വേറെ ആരും ഇല്ലേ? പിന്നെ ഒരു കുഞ്ഞൻ വേണ്ടി. UK ഉച്ചക്കട യുണൈറ്റഡ് കിങ്ഡം ലണ്ടൻ. അവിടെ വരുമോ? അവരും വരൂല. അവര് പറഞ്ഞു ഇവിടെ ആളുകൾ വരുമ്പോൾ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, കരഞ്ഞത്. അത് ഇട്ട് വാട്സാപ്പിലേക്ക് അയച്ചു തരാം. പിന്നെ അത്രയും ദൂരത്ത് നിന്ന് വരണ്ടേ? ഇത് മതിയാവൂ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. മരിച്ചാൾ ആരായിട്ട് വരും? മരിച്ചാൾ ഇനി പ്രേതമായിട്ട് വരും. അതല്ലെന്ന്, മരിച്ചാളിന്റെ ആരായിട്ട് വരും? അടുത്ത ബന്ധുക്കളാ. മതി. വെറുതെ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോകാനുള്ളവര് പോയി. ഇവിടുന്ന് ആരും പോയെന്നല്ല, പോകാനുള്ളവര് മരിച്ചു പോയില്ലേ? ഇനി അവരെ കുറിച്ച് ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാം. നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് നമുക്ക് വായിക്കാം. ഒരു കാര്യം ഞാൻ പറയാം കേട്ടോ, ഈ മരണ വീട്ടിലൊക്കെ വരുമ്പോൾ ഇത്ര കളർ ഡ്രസ് ഒന്നും ഇടാൻ പാടില്ല. ഇതൊക്കെ യൂത്ത് പിള്ളേരിടുന്ന പരിപാടി. ഇത് കളർ ഡ്രസ് അല്ല. ഇത് കുത്തിയപ്പോ പിന്ന് നെഞ്ചിൽ കുത്തിയതാണ്, ചോര. അങ്ങനെയാണ്. ഞാനോർത്ത് എന്താ ഈ വെള്ള ഷർട്ടിൽ ഇങ്ങനെ ഒരു കളർ ഭയങ്കര വേദന ആണോ? അപ്പൊ നമുക്ക് നിത്യശാന്തിക്ക് വേണ്ടി വായിക്കാം. ഇതൊന്ന് ഇത് റോസാപ്പൂ അല്ല, തേന്നുകരാൻ ഇങ്ങനെ വണ്ടായിട്ട് വരാൻ. ഒന്ന് മാറി നിൽക്കാൻ കരിവുണ്ട്. നെഞ്ചത്ത് കയറാൻ പോണം. ഇങ്ങോട്ടൊന്നും ഇല്ല ഇവിടെ. രാമൻ കൃഷ്ണനോടുര ചെയ്തു, കൃഷ്ണ ലക്ഷ്മണനോടുര ചെയ്തു രാമ. ദയവ് ചെയ്ത് ആരും കരയരുത്. ആംബുലൻസിൽ ചിതാഭസ്മം കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ സഹിച്ചിരിക്കണം. അത് ചിതാഭസ്മല്ല, ചേച്ചി കരഞ്ഞോണ്ട് പറഞ്ഞത്. അണ്ണന്റെ ഭാര്യ. കൊഞ്ഞനെ കുത്താനല്ല, അങ്ങോട്ട് മാറില്ലടി. നിങ്ങൾ കൊഞ്ഞനെ കുത്താൻ വലിച്ചു മൂക്കി കയറ്റുവാ എന്നെ. കേറാൻ ഭാഗത്തിന് മൂക്കിന്റെ അടി വന്ന് നിൽക്കുവാണ്. വായനക്കാരൻ അറിയിക്കാം അങ്ങോട്ട്. പെങ്ങളെ, ഇത് എപ്പോഴായിരുന്നു സംഭവം? എങ്ങനെയായിരുന്നു സംഭവം? ഒരാഴ്ചക്ക് മുമ്പ് ഗൾഫിൽ ഭയങ്കര ഇടിയും മഴയൊക്കെ ആയിരുന്നു. ഈ മഴ കാണാൻ ഭയങ്കര ആഗ്രഹമുള്ളായിരുന്നു പുള്ളിക്ക്. അങ്ങനെ ജനലിക്ക നിന്നിങ്ങനെ മഴ കണ്ടോണ്ട് നിന്നപ്പോ ഇടിമിന്നലേറ്റാ മരിച്ചത്. പൊങ്ങിയ പല്ലായിരുന്നു, അതിലൊരു കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ജനലിക്ക നിന്നപ്പോ പല്ലും കമ്പിയും പുറത്തു വന്ന ആ കമ്പിയല്ല ഇടിമിന്നലേറ്റ് പുള്ളി മരിച്ചു. അത് നിങ്ങളുടെ ഒരു ശ്രദ്ധക്കുറവാണ്. അതൊരു ശ്രദ്ധക്കുറവാണ്. കാരണം ഇത്രയും പല്ല് പൊങ്ങിയ ഒരാളെ കമ്പിയിടേണ്ട കാര്യമുണ്ടോ? അത് ഏതെങ്കിലും ഒരു ദന്ത ഡോക്ടറെ കണ്ട് നമുക്ക് ചികിത്സിച്ച് ബന്ധപ്പെടുത്താവുന്നേ ഉള്ളൂ. ഒരുപാട് ദന്ത ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചു. എന്നിട്ട് അപ്പൊ ഡോക്ടർമാര് പറഞ്ഞു പല്ലൊന്നും പറിക്കാൻ പറ്റത്തില്ല, ആനക്കൊമ്പ് മോട്ടിക്കുന്നത് കുറ്റകരമാന്ന് പറഞ്ഞു. ഏതായാലും പോകാനുള്ളവർ പോയില്ലേ? നമ്മളിങ്ങനെ കരഞ്ഞു കാറിയിട്ട് കാര്യമില്ല, തിരിച്ചു വരൂല്ല. നമുക്ക് സമാധാനത്തിനും സന്തോഷത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് വായിക്കാം. മനസ്സിലായില്ല? എവിടെയെങ്കിലും ഇരുന്ന് ഞാൻ വായിക്കാം. പിള്ളേർക്ക് ഇനി ആരുണ്ടണ്ട.
നിങ്ങൾ കിടന്ന് കാറ് അല്ലെങ്കിൽ എന്നെ കൊണ്ട് വായിപ്പിക്കും. ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. ആഹാ, ഞാൻ എത്ര വർഷമെന്നറിയാമോ? 8 കിലോമീറ്റർ താണ്ടി ഇവിടെ വന്ന് വായിക്കാൻ വേണ്ടി വന്നതാണ്. അവിടെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? ഒരു തുള്ളി കണ്ണീര് ഒഴിക്കാൻ പോലും എന്നെ ഈ തള്ള വലിച്ച് മൂക്കി കയറ്റു. ഇങ്ങോട്ട് മാറി. കേറാൻ ഭാഗത്തിന് വന്ന് നിൽക്കാതെ മാറി ഇങ്ങോട്ട് മാറി, അങ്ങോട്ട് ഇല്ല. അയ്യോ അയ്യോ ചേച്ചി, ഗൾഫിലുള്ള മുത്തമ്മ ചിതാവാസമായിട്ട് വരുന്നത്. എന്നടാ അമ്പലമോ അടിച്ചു വീണു വന്ന് തൊഴാൻ? അതെടുത്തോണ്ട് ആ ജംഗ്ഷനിൽ കൊണ്ടുവെക്ക, നിനക്ക് പൊങ്കാല നടത്താം. ആരടാ കോഴി അടിച്ചു വിട്ടേ? ആരാ കോഴി അഴിച്ചു വിട്ട? ഉത്തമ, ഉള്ള കോഴിയെല്ലാം കൂടെ വിളിച്ച് അകത്തോട്ട് കയറ്റുണ്ട്. ചിതാഭസ്മം വന്ന് ചെകഞ്ഞെല്ലാം വികൃതമാക്കി കളയും കേട്ടോ. ദൈവമേ, വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത്, ഗൾഫിന് പോകാൻ നേരത്തും പട്ടി ഇതുപോലെ ഒരിട്ടതാണ്. എനിക്ക് പിള്ളേർക്ക് ഇനി ആരുമില്ലല്ലോ. എന്റെ ഉത്തമ, ഞാൻ ഒറ്റപ്പെട്ടു പോയി ഉത്തമ പോലെ. ഞങ്ങൾക്കിനി ആരുമില്ലടാ എന്റെ ഒരു മക്കളെ. ഉത്തമ, കൊല്ലം തിരുവനന്തപുരം ഓടുന്ന ഓർഡിനറി അല്ല, ഇതങ്ങ് പളനിക്ക് പോകുന്ന പച്ചപ്പാസ്റ്റാ. നീ അങ്ങോട്ട് മാറി നിന്നേ. ദൈവമേ, വായനക്കാരനെ അറിയോ ഇവന്? എനിക്ക് നല്ല പരിചയമില്ല. ആർക്കും വലിയ പരിചയം ആദ്യം തോന്നത്തില്ല, പിന്നെ ആ പരിചയപ്പെട്ട് വലിയ ആളാകുന്നതല്ലാതെ. ദൈവമേ, നല്ല തങ്കപ്പെട്ട ചെറുക്കനാ. വലിക്കില്ല, കുടിക്കില്ല, ബീഡി വലിക്കില്ല, ചീട്ട് കളിക്കില്ല, ഒരു ദുസ്വഭാവം പോലും ഇല്ല. കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഇവൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ലോൽ അവിടെ ഞാൻ കുളിച്ചോണ്ടിരുന്നപ്പോ എടുത്താ പൊങ്ങാത്തൊരു ഏണി കൊണ്ടുവന്ന് എന്റെ കുളിസയും കണ്ടവനാ ഇവൻ. ഇവരെ എന്റെ ചിതാവത്വമായിട്ട് വന്നതാ. അതൊന്നും ഇപ്പൊ പറയാതെ ഏതായാലും പോകാനുള്ളവർ പോയില്ലേ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ കൃത്യസമയത്ത് ഇവിടെ ഇരുന്ന് ഭാഗവതോ രാമായണോ ഒക്കെ വായിക്കും. ചേച്ചി അണ്ണന്റെ അനിയൻ വരുന്നത്. തൃശ്ശൂർ ചെണ്ട പഠിക്കാൻ പോയ ചെണ്ട വിദ്വാൻ വരുന്നത്. മാരാരാക്കി കാണാനായിരുന്നു അണ്ണന്റെ ആഗ്രഹം. ദൈവമേ, പൊഴുവരെ അണ്ണനിനി ഇല്ലല്ലോ. നാട്ടിരിക്കുന്നത് കണ്ടോ അണ്ണൻ? നാട്ടിരിക്കുന്നത് ഈ വർഷം നെഹ്റു ട്രോഫിക്ക് നീ തന്നെ. നീ ഏതാ തുഴഞ്ഞോണ്ട് പോയ? ആനരിച്ചുണ്ടനെ ചമ്പക്കുളോ? ഏതാടാ? ആണവല്ലോടാ മരണ വീട്ടിൽ കിടന്ന് ഈ പേക്കോലം തുള്ളാൻ. കെട്ടിക്കാൻ പ്രായ 2 പെമ്മക്കൾ നിന്റെ വീട്ടിലുണ്ടല്ലോടാ. എന്റെ അണ്ണൻ ഇവനെന്ന് വെച്ചാ ജീവനായിരുന്നു. ഇവൻ ചെണ്ടമേളം പഠിച്ചിട്ട് വരുന്ന അന്ന് രാത്രി എവിടെങ്കിലും കുറെ പോയി മീനും കപ്പയും മേടിച്ച് എന്നെ കൊണ്ട് തരും. ഞാനാണ് വേവിച്ച് ഇവർക്ക് 2 പേർക്കും കൊടുക്കും. നേരം വെളുക്കുവോളം ഇവരിരുന്ന് കഴിക്കും പോലെ. എന്റെ പൊന്നും അങ്ങനെ നോക്കി വളർത്തിയ എല്ലാ പോലെ.
അല്ല വലിച്ചു മൂക്കി കയറ്റല്ലേ. കേറാൻ ഭാഗത്തിന് വന്ന് നിൽക്കുക. അയ്യോ ചേച്ചി, അയ്യോ ഗൾഫിൽ നിന്ന് മറ്റേ ഡോക്ടർ വരുന്നു, അണ്ണനെ ചികിത്സിച്ച ഡോക്ടർ. എനിക്ക് കാണണ്ട. അണ്ണനെ കൊന്നു അറബി ഭാഷയിൽ വീതം വെക്കുക. വീതം വെച്ചെടുത്തോടാ വേണ്ടിയിരിക്കുന്നു. എന്റെ ദൈവമേ, എന്റെ പൊന്നു ഡോക്ടറെ, അണ്ണനെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലേ. ഹെൽപ്ലെസ്. കഴിഞ്ഞില്ല. സാരമില്ല ഡോക്ടർ, വന്ന സ്ഥിതിക്ക് ഇനി 7-ന്റെ അന്ന് സഞ്ചയനത്തിന്റെ അന്നൂടെ ഈ വീട്ടിലോട്ടൊന്ന് വരണം. അല്ല, എനിക്ക് ഒരുപാട് ഓപ്പറേഷനുള്ള, എനിക്ക് പോയിട്ട് ഒരുപാട് ജോലിയുണ്ട്. അയ്യോ അങ്ങനെ പെട്ടെന്ന് പോകരുത്. വന്ന സ്ഥിതിക്ക് 7-ന്റെ അന്ന് സഞ്ചയനത്തിന്റെ അന്നൂടെ വരണം. കാരണം അന്ന് ദോശയുണ്ട്, ഇഡലിയുണ്ട്, സാമ്പാറുണ്ട്, ചമ്മന്തിയുണ്ട്, ഓംലെറ്റും വെച്ച് കൊടുക്കാൻ മാമന്മാര് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കഴിക്കാൻ 7-ന്റെ അന്ന് സഞ്ചയനത്തിന്റെ അന്ന് ഡോക്ടർ ഈ വീട്ടിൽ വരണം. അല്ല, 7-ന്റെ അന്ന് സഞ്ചാരം ഇഡ്ഡലി സാമ്പാറും കഴിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? എന്താ നിർബന്ധം? എടാ കൊന്ന പാപം തിന്നാലൊക്കെ തീരുവടാ. ഇനി അൽഫോൺസ് സാർ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റൗണ്ടാണ് കുസൃതി ചോദ്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഇദ്ദേഹം തന്നെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ചോദിച്ച് നാണം കെടാനുള്ള എല്ലാ പരിപാടിയും ആളൊപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാട്ടെ ഈ ചോദ്യത്തിന്റെ കേസ്. ഇത് അമേരിക്കൻ പ്രസിഡന്റ്, പിന്നെ കെനിയയുടെ ലോകം മൊത്തം ചുറ്റി നടന്നിട്ടുള്ള ഒരാളാണല്ലോ, സഞ്ചരിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ഇതിന് എന്താണെങ്കിലും ഉത്തരം പറയാൻ പറ്റും. ലോകത്ത് പലയിടങ്ങളിലൊക്കെ പോയിട്ടില്ലേ? അതിന്റെ അതൊക്കെ വളരെ ഈസി ആയിട്ട് ഉത്തരം പറയാൻ പറ്റും. വേറൊരു കോമ്പറ്റീഷനിൽ പോയപ്പോഴത്തേക്കും സാർ നന്നായിട്ട് വെള്ളം കുടിച്ചായിരുന്നു എന്നൊരു കേട്ടുകേൾവി എനിക്കുണ്ട്. കുറെ സംഗീതജ്ഞരുണ്ടായിരുന്നു. വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ? അന്നേരം ഏറ്റവും കൂടുതൽ എല്ലാവരും സാറിന്റെ പാട്ടുകളൊക്കെ പാടിയിട്ടുള്ള ആൾക്കാരാണ് കൂടെ ഉണ്ടായിരുന്നത്. സാർ മാത്രമാണ് സീനിയർ ആയിട്ടുണ്ടായിരുന്നത്. എന്നിട്ടും ഇങ്ങനെ മുട്ടിടിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെയൊന്നും ഒരു ടെൻഷൻ ഇല്ല. ലോകം മൊത്തം ചുറ്റി നടന്നതുകൊണ്ട് ഇതിനെല്ലാത്തിനും ഉത്തരം പറയാൻ പറ്റും. പിന്നെ സംഗീതം കൂടുതൽ ഇതിനകത്തുണ്ട്. ആണോ? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കൂടുതൽ പേടിയതാണ്. അപ്പൊ ചോദിച്ചോട്ടെ. ശരി ശരി. നക്ഷത്രത്തെ എങ്ങനെ നമുക്ക് എലികളാക്കാൻ പറ്റും? നക്ഷത്രത്തെ നമുക്ക് എങ്ങനെ എലിയാക്കാൻ പറ്റും? ഏതെല്ലാം ഭാഷ അറിയാം? ഭാഷയാ? ഭാഷ ഇംഗ്ലീഷ്. ഒന്ന് ഇംഗ്ലീഷ് വൽക്കരിച്ച് നോക്കിയേ. സ്റ്റാർ, മൗസ്. സ്റ്റാർ അല്ല, ഇപ്പൊ പറഞ്ഞതല്ല. അല്ല, നക്ഷത്രമൊക്കെ വന്ന് ചിലപ്പോ കറണ്ട് തിന്നാറൊക്കെ. നക്ഷത്രത്തെ എങ്ങനെ എലിയാക്കാന്നല്ലേ? എലികളാക്കാം. എലികൾ എന്നാണോ? എലികൾ. നക്ഷത്രത്തെ എങ്ങനെ എലികളാക്കാൻ പറ്റും? പറയരുത് ഓഡിയൻസ്, പറയരുത്. ഇത്രയും ക്ലൂ തന്നു. അവരെല്ലാവരും അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഓക്കെ, ഞാൻ പറയട്ടെ? പറയും ഞാൻ. പറയട്ടെ? ഓക്കെ. സ്റ്റാർ അല്ലേ? STAR അല്ലേ? സ്റ്റാർ ഇവിടുന്ന് പുറകോട്ട് നോക്കുമ്പോ STAR RATS. അപ്പൊ ഇനി അടുത്ത ചോദ്യം. ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റാം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റാം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? ശരിക്കുള്ള കാരണമാണോ ചോദിക്കുന്നത്? ഇല്ല, കുസൃതിയാണല്ലേ? സാധാരണ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴൊക്കെയാണ് നമുക്ക് വല്ലപ്പോഴും ആപ്പിള ഓറഞ്ചൊക്കെ കിട്ടുന്നത് അല്ലേ? വയ്യാതെ അടക്കുമ്പോൾ വീട്ടിൽ പോയിട്ടുണ്ട്. ഡോക്ടർ അല്ല, ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റാം എന്നാ പറയണേ അല്ലേ? ശരിക്കും ഡോക്ടർ ഇപ്പോഴത്തെ ആപ്പിൾ കഴിച്ചു കഴിഞ്ഞാൽ ഡോക്ടറെ അടുത്ത് പോകാം പെട്ടെന്ന്. ആണല്ലേ? അപ്പൊ ആപ്പിള് ഈ ഫ്ലൈറ്റിലാണോ വന്നത്? മുംബൈയുടെ ഫ്ലൈറ്റിനാ വന്ന. അല്ല, ഡോക്ടറുടെ ഭാര്യ ആണോ ആപ്പിൾ കൊണ്ടുവരുന്നത്? അല്ലല്ലേ? ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റാം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്താണ്? എല്ലാ മരുന്നുകളും അടിച്ചിട്ടാണ് ആപ്പിള് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഡോക്ടർ ആപ്പിൾ അവിടെ ഇട്ടിട്ട് പോകും. ഇത്രയും പാവമായി പോയല്ലോ. ഒരുപാട് വിഷം അടിച്ചൊക്കെയാണ് ആപ്പിള് വരുന്നത്. ഓപ്പിളെന്ന് ഞാൻ പെട്ടെന്ന് അങ്ങായി. ഇവിടെ സ്വീഡൻ അല്ലല്ലോ, നമ്മുടെ വള്ളുവനാട്
ഓ അത് ഓപ്പോളാണല്ലേ. ഡോക്ടറെ അടുത്ത് പോയാലും നമുക്ക് അസുഖത്തിന് മരുന്നാണ് തരുന്നത്. ഇപ്പൊ ആപ്പിളിനകത്ത് നിറയെ വിഷം മരുന്നടിച്ച് വിഷം നിറഞ്ഞിരിക്കുകയാണല്ലോ. സത്യം. അതായത് ആപ്പിളിനകത്ത് എല്ലാ മരുന്നും ഇഞ്ചെക്ട് ചെയ്തിട്ടാണ് ഇപ്പൊ വരുന്നത്. അത് തന്നെ കാരണം ആപ്പിൾ ഡോക്ടറെ അടുത്ത് കൊണ്ടല്ലോ, ആപ്പിൾ കഴിച്ചാൽ മതി എല്ലാ മരുന്നും അകത്ത് അടുത്ത് പോയാലും മരിക്കാം, ആപ്പിൾ തിന്നാലും മരിക്കാം. അങ്ങനെയാണ് പിന്നെ എളുപ്പം ആപ്പിളല്ലേ, അവിടെ പൈസയും കൂടെ കൊണ്ട് കൊടുക്കണമല്ലോ. ഈ ചോദ്യക്കാരെ കണ്ടുപിടിക്കണേ തലക്കടിക്കണമെന്നുണ്ടല്ലേ? പണ്ട് ഇങ്ങനെ ഒരു ആപ്പിൾ തല വീണപ്പോഴാണ് ഒരു വലിയൊരു ഒരു കണ്ടുപിടുത്തം ഉണ്ടായതേ, ഐസക് ന്യൂട്ടൺ. അതുപോലെ എന്തെങ്കിലും തലയിൽ ശരിക്കും ഒരർത്ഥത്തിൽ പറഞ്ഞ ഇവിടെയൊക്കെ ചക്കയാണ് വീഴാണല്ലോ. ഓക്കെ, അടുത്തത് കണ്ണും മൂക്കും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ത്? കണ്ണും മൂക്കും തമ്മിലുള്ള കണ്ണും മൂക്കും കണ്ടിട്ട് ഒരു വ്യത്യാസം തോന്നല്ല, എല്ലാം ഒരുപോലെ തന്നെ. മേക്കപ്പ് ഒക്കെ ചെയ്ത് വരച്ചു വെക്കാനായിട്ട് ഞാൻ ശ്രമിച്ചായിരുന്നു, ഒന്നും ആയില്ലല്ലേ? ഇല്ല. കണ്ണും മൂക്കല്ലേ പറഞ്ഞ? കണ്ണും മൂക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കണ്ണ് രണ്ടെണ്ണം ഉണ്ട്, മൂക്ക് ഒരെണ്ണുള്ളൂ. നമുക്കൊക്കെ തൊള്ള രണ്ടുണ്ട്. അല്ല, വല്ലപ്പോഴും കണ്ണിന് തൊള്ളയില്ലല്ലോ. കണ്ണിന് തുളയല്ലേ? കണ്ണെന്ന് പറയുന്നതേ തുളയല്ലേ? അതല്ല ഉത്തരം. അല്ല, ഇച്ചിരി കൂടി കുസൃതിയായിട്ട് ആലോചിച്ചു. കണ്ണും മൂക്കും തമ്മിലുള്ള വ്യത്യാസം. കണ്ണ് കാണാനായിട്ട് ഉപയോഗിക്കുന്നു, മൂക്ക് ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അത് സാധാരണ ഉള്ള കാര്യം, ബുദ്ധിപരമായിട്ടുള്ള കാര്യം. പക്ഷെ അതല്ല, കുസൃതിയാണ് വേണ്ടത്. കുസൃതിയാണ് വേണ്ടത്. കണ്ണും മൂക്കും തമ്മിലുള്ള കണ്ണ് വെച്ച് മണക്കാൻ പറ്റൂല. അതെ, അതും ഉള്ള കാര്യം തന്നെ, പക്ഷെ കുസൃതി വരണം. കുസൃതി വരണോ? ആണല്ലേ, കുസൃതി വരണം. കുസൃതി വരണം. ഞാൻ പറയട്ടെ, കണ്ണീര് തുടക്കാൻ 1000 പേര് വരും, പക്ഷെ മൂക്ക് ചീറ്റി കഴിഞ്ഞാൽ ആരും വരൂല തുടക്കാൻ. ആണോ? കറക്റ്റ് ആയിരുന്നല്ലേ? കറക്റ്റ് അല്ലേ? അണ്ണാ നിങ്ങൾ കണ്ണീര് വന്നു കഴിഞ്ഞാൽ പോട്ടെ, കരയല്ലേ. മൂക്ക് ചീറ്റിക്കൊണ്ടിരിക്കുമ്പോ വേണ്ട, ഞാൻ ചീറ്റി തരാൻ. അപ്പോ ഈ റൗണ്ട് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു. വന്ദേ മുകുന്ദ ഹരേ ജയ ശൗരേ സന്താപഹാരി മുരാരേ ദ്വാപര ചന്ദ്രിക ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെ വിടേ. ഹലോ സുരാജ്, എന്താ ഈ പാട്ടൊക്കെ ആയിട്ട്? സൂരജ് കയറുവാ. ഇല്ല, വരണില്ല. കയറി വാടാ അങ്ങോട്ട്. വയ്യ വയ്യ വരേ. അല്ല, വയ്യ സുരാജേട്ടാ. അശ്വചേച്ചില്ലാത്തതിന്റെ പേരിൽ സുബിച്ചേച്ചിയോടൊപ്പം നിന്നേ സുരാജേട്ടൻ നിന്ന് വിരകുന്ന കാണാൻ എനിക്ക് വയ്യ സുരാജേട്ടാ. വയ്യടോ വാരേ. മര്യാദക്ക് പറഞ്ഞ പോലെ ഞാൻ വരില്ലേ. പിന്നെ നീ ഭാര്യര് ചമഞ്ഞ് കളിക്കുന്ന അങ്ങോട്ട് ഇതൊക്കെ ആരാണെന്നൊക്കെ കണ്ടല്ലോ. ഹായ്. ഹലോ ഹലോ. എന്താടാ, നിനക്ക് സുബിയായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? സുരാജേട്ടൻ അറിയോ, കുട്ടികളുടെ കണ്ണീരും വേർപ്പും ഈ ഇട്ടിരിക്കുന്ന ഉടുപ്പും പേന്റല്ല. കുറെ കുടുംബങ്ങളെ കലക്കിയിട്ടുണ്ടോന്ന് തോന്നുന്നു. കുട്ടിപ്പട്ടാളം. പിന്നെ അൽഫോൺസ് പുത്രന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദൈവമേ, എന്ത് ഭാഗ്യം. അയ്യോ, ഇതിന്റെ ഈ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ പ്രേമത്തിന്റെ ഡയറക്ടർ അൽഫോൺസ് പുത്രന്റെ സുഹൃത്താണോ? അയ്യോ ചേട്ടാ, അൽഫോൺസ് പുത്രനല്ല. പിന്നെ ഈ അൽഫോൺസ് ചേട്ടന്റെ പുത്രന്റെ കൂടെ 4ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്. ജോസഫിന്റെ. അത് ശരി. മാത്രല്ല മകനെക്കാട്ടിൽ ഏറെ മുന്നിലാണ് ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റ്. എല്ലാത്തിനും മുന്നിലാണോ? എന്തിനാന്നറിയാം, തല്ലുള്ളിത്തരത്തിനും ഈ താന്തത്തരം ഉള്ള സംസാരം അതിലാണ് പറയല്ലേ ചേട്ടാ. ഈ കൂട്ടുകാരുടെ അച്ഛന്റെ മുന്നിൽ വെച്ചിട്ട് ഇന്ന് നാണം കിട്ടാതെ. മാത്രല്ല ഞാൻ ഈ പുള്ളിക്കാരന്റെ ഫാനാണ്. ആണോ? വലിയ ഫാനാണോ? ശരി, നീ വലിയ ഫാനാണെങ്കിലേ നീ വലിയ ഫാനാണല്ലോ അൽഫോൺസ് സാറിന്റെ. എന്നാ നിനക്ക് ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടി. ഓക്കെ, റെഡി? അതാണ് വേണ്ടത്. ക്ലാപ്പ്. മോനെ, എടാ മോനെ, ഗംഗ എന്റെ പാട്ടല്ല, രവീന്ദ്ര മാഷിന്റെ പാട്ടല്ലേ? വേറെ ഒരു ഉഗ്രം പാട്ടുണ്ട്. ഉഗ്രം പാട്ട് പാടിത്തരാം. ശരി ശരി. വീണ്ടും പൊക്കം കുറച്ച് കളയും. വീണ്ടും രവീന്ദ്ര മാഷിന്റെ പാട്ടാണല്ലോ പാടണേ. സാറിന്റെ പാട്ട് പാട്.
സാറിന്റെ പാട്ട് ഞാൻ പാടിത്തരാം. എനിക്ക് ഇപ്പൊ ഉറപ്പായി കിട്ടും. മോനെ മോനെ എന്റെ പാട്ടനെയാണ് പാടിയത്. എടാ ഇത് സാറിന്റെ പാട്ടല്ല. നാണം കെട്ട് നീ നാണം കെട്ട് വലിയ ആരാധകനാണെന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തി കളഞ്ഞല്ലടാ നീ. നാണം കെട്ടവരെ. മാങ്ങാത്തൊരി ഇപ്പൊ ഏത് പാട്ടാ പാടാ? എനിക്കാണെങ്കിൽ പാട്ടും അറിയില്ല. കിട്ടി പച്ചമാങ്ങ പച്ചമാങ്ങ നാട്ടുമാവിലെ മാങ്ങ. ഇത് മാത്രം രവീന്ദ്ര മാഷിന്റെ പറയരുത്. ഇല്ല ഇല്ല കറക്റ്റാ. സുരാജേട്ടാ ഒരു കാര്യം ചെയ്യാം, എന്റെ കയ്യിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഞാൻ ഇവരെ നന്നാക്കി എടുക്കാം. ചോദ്യം ചോദിച്ചുകൊണ്ട് നിൽക്കും. എനിക്കാണ് നിങ്ങളെ ഓലക്കമ്മിലെ കൂടി. അത് പോട്ടെ, സംഭവം എന്താണെന്ന് അറിയാം സുബി, കഴിഞ്ഞ പ്രാവശ്യം പിന്നെ സ്കൂളിൽ ഇവന്റെ സാറ് ഇവന്റെ അധ്യാപകൻ ഇവനോട് ചോദിച്ചു മൈ ഹോം അതിനെ കുറിച്ചിട്ട് ഒരു പ്രബന്ധം തയ്യാറാക്കി കൊണ്ടുവരാൻ. ഇവന്റെ ചേട്ടൻ കഴിഞ്ഞ കൊല്ലം എഴുതിയ ആ സാധനമാണ് കൊണ്ട് സാറിന് കൊണ്ട് കൊടുത്തേക്ക്. എടാ സ്വന്തമായിട്ട് എഴുതിയിട്ടില്ലടാ മൈ ഹൗസിനെ കുറിച്ച് എഴുതിയിട്ട് കൊടുക്കാൻ പറഞ്ഞു. അതെന്താണെന്നറിയോ, എന്റെ ചേട്ടനും ഞാനും ഒരു വീട്ടിലല്ലേ താമസിക്കുന്നത്. അതുകൊണ്ടാണ്. മാത്രല്ല കഴിഞ്ഞ ഒരു വർഷമായിട്ട് എന്റെ വീടിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെപ്പോ അങ്ങനെ ഉണ്ടാവുമല്ലോ. ചേട്ടൻ കാരണം ഞാൻ ഒരുപാട് പെടല് പെട്ടിട്ടുണ്ട്. ചേട്ടനോ? ചേട്ടന് കിട്ടിയ മാർക്കിൽ നിന്ന് 2 മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ വീട്ടുകാർ ഓടിച്ചിട്ടടിക്കുക. അതെന്തായാലും ആ രക്ഷകർത്താവ് ചെയ്ത് വളരെ മോശമാണ് അല്ലെ. അങ്ങനെ 2 മാർക്കൊക്കെ ഈ കൊച്ചു കുട്ടന് കുറഞ്ഞു എന്ന് വെച്ചിട്ട് അതും ചേട്ടന്റെ ഇങ്ങനെ താരതമ്യം ചെയ്യാൻ നോക്കും. അത് ഒരിക്കലും ചെയ്യരുത്. ചേട്ടന് എത്ര മാർക്കാ മോനെ കിട്ടിയത്? 2 മാർക്ക്. കണക്കിന് 0 മാർക്കും മാച്ചോണ്ട് വന്നേക്കുന്നു. കാല് തല്ലി ഓടിക്കേണ്ട കേസല്ലേ? അതെ, കാല് തല്ലി ഓടിക്കണം. അതെ, കാല് തല്ലി ഓടിക്കണം. വാ, ആ 3ാമത്തെ വളവിലാണ് കണക്ക് മാഷിന്റെ വീട്. വാ, വന്ന് കാല് വന്ദേ മുകുന്ദകര നീ ഏരിയയിൽ കണ്ടുപോരുത്. കാല് തല്ലി ഓടിക്കണ്ട് മാഷിന്റെ. ഒരു കാലിന്റെ അത്രേ ഉള്ളൂ, കാല് തല്ലി ഓടിക്കണോ? എന്തായാലും കൊള്ളാട്ടാ പിള്ളേരുടെ കാര്യം. ഒരുപാട് സന്തോഷമുണ്ട് അൽഫോൺസ് ജോസഫ് ഇന്ന് ഈ വേദിയിൽ വന്നതിൽ. മാത്രമല്ല താങ്കളുടെയൊക്കെ ഒരുപാട് പാട്ടുകൾ നമ്മുടെ കേരളക്കരയാകെ ഇപ്പോഴും മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ആ പാട്ട് ഒരിക്കലും കേരനിരകളാടും അത് മലയാളികളുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല. അങ്ങനെ മായാത്ത ഒട്ടനവധി പ്രണയഗാനങ്ങളും കോമഡി ഗാനങ്ങളും എല്ലാം മലയാളികൾക്ക് സമ്മാനിച്ചതാണ്. അതുപോലെ തന്നെ തമിഴ് മക്കൾക്കും എല്ലാവർക്കും ഇനിയും താങ്കൾക്ക് ഒരുപാട് ചിത്രത്തിൽ നല്ല നല്ല മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ സാധിക്കട്ടെ. ഒരു കൈ നിറയെ ചിത്രങ്ങൾ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി എല്ലാം വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പം ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മ്യൂസിക് എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നല്ല രീതിയിൽ മ്യൂസിക് പഠിക്കാനുള്ളൊരു ആ ഒരു ആഗ്രഹത്തിൻ്റെ ഫലമായിട്ട് ഞാനൊരു മ്യൂസിക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്രോസ് റോഡ്സ് സ്കൂൾ ഓഫ് മ്യൂസിക് കളമശ്ശേരിയിലാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ പല ബ്രാഞ്ചുകളും പല സ്ഥലങ്ങളിലും തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നു. ഓക്കെ, ഗുഡ്, നല്ല കാര്യമാണ്. അപ്പോൾ മ്യൂസിക് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും സാറിൻ്റെ തന്നെ ആ ക്രോസ് റോഡ്സ് സ്കൂൾ ഓഫ് മ്യൂസിക്. ക്രോസ് റോഡ് ഇതാണ് വായിക്കൊള്ളുന്നില്ലല്ലോ അത്. സ്കൂൾ ഓഫ് മ്യൂസിക് എന്തായാലും ഈ മ്യൂസിക് സ്കൂളിൽ ചെന്ന് പഠിക്കുക. ക്രോസ് റോഡ്സ് അല്ലേ? ക്രോസ് റോഡ്സ് എന്താ സാർ ഈ ക്രോസ് റോഡ്സ്? ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് പോകുന്നതാണ്? ഇല്ല. അതായത് ക്രോസ് റോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും ഒരു കവല പോലെ, അതായത് പല കാര്യങ്ങൾ കൂടിച്ചേരുന്ന ഒരു മെയിൻ ജംഗ്ഷൻ. അപ്പോൾ അവിടെ മ്യൂസിക് സംഗീതത്തിൻ്റെ പരമായിട്ട് നോക്കിയാൽ നമുക്കറിയാം പല സംഗീത മേഖലകളുണ്ട്. ഹിന്ദുസ്ഥാനി, കർണാട്ടിക്, വെസ്റ്റേൺ, ഇതെല്ലാം കൂടെ ജംഗ്ഷൻ. ക്രോസ് റോഡ്സ് എന്ന മ്യൂസിക് സ്കൂള് ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. താല്പര്യമുള്ള പിന്നെ ഗായികമാർക്കും അവിടെ ജോയിൻ ചെയ്യാം. ഒരു സംഗീത ജംഗ്ഷനാണ് അല്ലേ? എല്ലാവിധ ഭാവങ്ങളും സാർ. കേരളത്തിലുടനീളമല്ല ഇന്ത്യ ഒട്ടാകെ സ്കൂളുകൾ തുടങ്ങാനുള്ള ഒരു അവസരം താങ്കൾക്ക് വന്നു ചേരട്ടെ. എല്ലാവിധ ഭാവങ്ങളും. താങ്ക് യു സോ മച്ച്. കോമഡി സൂപ്പർ നൈറ്റിന്റെ ഈ എപ്പിസോഡ് അവസാനിക്കാനുള്ള സമയം അതിക്രമിച്ചു. വീണ്ടും നാളെ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടും കൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.